വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ റോക്കീസ് വേൾഡ്. അപ്പോൾ നമ്മൾ ഇന്നൊരു വ്ളോഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു അടിപൊളി വ്ളോഗ്. അതെങ്ങോട്ടാണെന്ന് അറിയണ്ടേ? സോ ഇപ്പൊ തന്നെ പറയാം. നമ്മൾ കോഴിക്കോട് പോവാണ്, ഒരു വെഡിങ്ങിന് പോവാണ്. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു വ്ളോഗ് എടുക്കാന്ന് വിചാരിച്ചു. അപ്പോ യെസ്, അപ്പോ എല്ലാവരും കാണാം. ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് അവർ ചാനൽ ആൻഡ് enable the bell icon. അപ്പോ ബൈ. അപ്പം ഇന്ന് കോഴിക്കോട് ഒരു കല്യാണത്തിന് പോവാണ്. ബൈ. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പൊ ഞാനും എന്റെ ബ്രദറും കൂടിയിട്ട്, അവന് യൂട്യൂബ് ചാനൽ ഇഷ്ടമല്ല, സോ ഞാനും എന്റെ ബ്രദറും കൂടി കോഴിക്കോട് പോവാണ് ഒരു വെഡിങ്ങിനായിട്ട്. അപ്പൊ നമ്മൾ വിചാരിച്ച ഒരു വ്ളോഗ് എടുക്കാമെന്ന്. അപ്പൊ യാത്രയൊക്കെ എനിക്ക് ഇരുട്ടായിട്ട് കണ്ണ് ക്ലിയർ ഉണ്ടോ? ക്ലിയർ ഉണ്ട്. ഓക്കെ ഗായ്സ്, അപ്പൊ നമ്മൾ കോഴിക്കോട് പോയിട്ട് നമ്മൾ പൊളിക്കുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്. ഓക്കെ, അപ്പൊ കോഴിക്കോട് പോകണം. നമ്മളിപ്പോ ഇവിടെ ഇറങ്ങിയിട്ടുള്ളൂ. സമയം എത്രയായി? സമയം 11:45 ഗൈസ്. അപ്പോ നമ്മളവിടെ റിസപ്ഷനാണ് എത്തുന്നത്. അപ്പോ സ്റ്റേ ട്യൂൺഡ്. ഓക്കെ. വർക്ക് ചെയ്ത ഒരു ക്രെയിൻ ഓപ്പറേറ്ററാണ്. അപ്പോൾ അവൻ്റെ പഴയ സ്ഥലത്തുനിന്ന് വന്നാണ് കേട്ടോ. ഇതുണ്ടോ? ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിവിടെ കോഴിക്കോട് എത്തിയിരിക്കുന്നത്. രാമനാട്ടുകരയിലാണ് വെഡ്ഡിങ്. അപ്പോൾ വെഡ്ഡിങ്ങിൻ്റെ റിസപ്ഷൻ ടൈം ഇപ്പോൾ 2:30 കഴിഞ്ഞു. അപ്പോൾ വെഡ്ഡിങ് റിസപ്ഷൻ തുടങ്ങാൻ കുറച്ചുകൂടി നേരം എടുക്കും. അപ്പോൾ നമ്മൾ രാവിലെ ഞാനൊരു ദോശ കഴിച്ചാണ്, അവരും 2 ദോശ സംതിങ് കഴിച്ചാണ്, ഒന്നും കഴിച്ചിട്ടില്ല വേറെ.
അപ്പോൾ എന്തെങ്കിലും ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവൻ എൻ്റെ ബ്രദർ പണ്ട് വർക്ക് ചെയ്ത സ്ഥലത്തോട്ടൊക്കെ ജസ്റ്റ് ഒന്ന് വന്നതാണ്, ജസ്റ്റ് ഒന്ന് കാണാനായിട്ട്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. പിന്നെ കോഴിക്കോട് ഞാൻ ഫസ്റ്റ് ടൈമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പ്ലേസ്, വിസിറ്റ് ചെയ്യാൻ താല്പര്യമുള്ളൊരു പ്ലേസ് കോഴിക്കോടായിരുന്നു. അപ്പോൾ അതങ്ങനെ സാധിച്ചു, കോഴിക്കോട് വിസിറ്റ് ചെയ്തു. പക്ഷെ അങ്ങനെ എന്താ പറയുക, എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റിയില്ല. കാരണം നമ്മൾ രാവിലെ ഇപ്പം ഇറങ്ങുകയും റിസപ്ഷൻ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ പോവുകയും ചെയ്യും. പിന്നെ ഒരു ദിവസം ശരിക്കും വന്ന് സ്റ്റേ ചെയ്യുന്ന പോലെ ഒരു സ്റ്റേക്കേഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. എനിവേ നടക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എന്താ പറയുക, ഇല്ല വേറെന്താ പറയുന്നത്. ഓക്കെ. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് എനേബിൾ ദ ബെൽ ഐക്കൺ. എന്നാൽ മാത്രമാണ് ഞങ്ങൾ വരുന്ന പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. അപ്പോൾ അത്രയൊക്കെ തന്നെ. പിന്നെ കോഴിക്കോട് വന്നതിൽ എനിക്ക് ഡിഫറെൻ്റ് ആയി തോന്നിയ ഒരു കാര്യം, ഇവിടുത്തെ റോഡും ഇവിടുത്തെ വീടുകളും നമ്മുടെ പാലക്കാടിൽ നിന്നും കുറച്ചുകൂടി ഡിഫറെൻ്റ് ആണ്. കാരണം ഈ വീടുകളൊക്കെ ഒരു എന്താ പറയുക, ഒരു മുസ്ലിം ടച്ചിട്ടുള്ള പണ്ടത്തെ ഗൾഫുകാരുടെ വീട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള അങ്ങനത്തെ ടൈപ്പ് വീടുകളാണ് ഞാൻ ഓൾമോസ്റ്റ് കണ്ടതൊക്കെ കേട്ടോ. ഇനി പോകെ ഉണ്ടോയെന്ന് അറിയില്ല, മലപ്പുറം ആ സൈഡൊക്കെ. ആൻഡ് പിന്നെ വെറുതെ ഈ നമ്മളുടെ നെല്ലിയാമ്പതിലൊക്കെ കയറുന്ന പോലെ ഒരു ഹെയർ പിന്നൊക്കെ ഉണ്ടാവുമല്ലോ, നല്ല കയറ്റവും ഇറക്കം, അങ്ങനെ ഒരു 5 കിലോമീറ്റേഴ്സ് കൂടുമ്പോഴും അങ്ങനെ ഓരോ കയറ്റവും ഇറക്കങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെയാണ് ഞാൻ ഡിഫറെന്റ് ആയിട്ട് കണ്ടത് ഇവിടെ. പിന്നെ ഇവിടുത്തെ സ്നാക്സും സ്വീറ്റ്സ് ഒക്കെ ഭയങ്കര എന്താ പറയാ പോപ്പുലർ ആണ് എന്ന് അറിയാം നമുക്കൊക്കെ. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ അതിനും കൂടി വേണ്ടിയിട്ടാണ് വന്നത്. ഉന്നക്കായൊന്നും ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. സോ അതിനൊക്കെ ഒരു ട്രൈ ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് കണ്ടിന്യൂ ചെയ്യാം വീഡിയോ. ഒരു സബ്സ്ക്രൈബ് ചെയ്യാൻ പറയടാ. ഫുഡ് കിട്ടിയപ്പോൾ വീഡിയോ എടുക്കാൻ മറന്നുപോയി അല്ലേ? ഫുഡ് കിട്ടിയപ്പോൾ വീഡിയോ എടുക്കാൻ മറന്നു. ഉന്നക്കായാണിത്, ചോക്ലേറ്റ് ഷേക്കും ഉന്നക്കായും. കണ്ടോ, ഒരു ഭാഗം മൂലം വിടുന്നില്ല. ബില്ല് പേരോ? ഹലോ, ഈ ഡിവൈഡർ അല്ലേ? ക്യാമറയിൽ മോൺ കൊടുക്കില്ല. ഇതാണ് ചിക്കൻ ഗായ്സ്. ഹായ് ഗായ്സ്. ഹായ് ഗായ്സ്. വീഡിയോ ഫോട്ടോ അല്ല. ഓക്കെ ഓക്കെ ഓക്കെ. ഈശ്വര, രാജോട്ടൻ ജിമ്മിൽ ചേർന്നാ മതി, നല്ല ആരോഗ്യം ഉണ്ടാവും. വെരി കറക്റ്റ്. നിനക്ക് എവിടെ നിന്ന് കിട്ടിയ ഐഡിയ ഒക്കെ? ഇനി ഉള്ള സത്യം പറയാലോ അമ്മായി, ജിംഖാനെ ചേർന്ന് എന്റെ ശരീരം പുഷ്ടിപ്പെടുത്താൻ കൂടിയാ ഞാൻ ഈ പട്ടണത്തിലോട്ട് വന്നത്.
അപ്പോൾ നമ്മൾ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി ഇനി തിരിച്ച് വീട്ടിലോട്ടാണ്. അപ്പോൾ ബുള്ളറ്റ് ബ്രദറിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ആണ്. അപ്പോൾ ആളിവിടെ അടുത്ത് തന്നെ കേട്ടോ. അത് കൊടുത്തിട്ട് നമ്മൾ കാറിൽ തിരിച്ച് വീട്ടിലോട്ട് പോകും. അങ്ങനെ 7 മണിക്കാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. റോക്കിൻ്റെ തോളിലുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഭയങ്കര നോയ്സാണ്, വണ്ടികളുടെ ശബ്ദമുള്ളതുകൊണ്ടാണ് ഞാനിതൊരു ഓഡിയോ വേറെ കൊടുക്കാൻ കാരണം. അപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് എത്താൻ ഒരു നൈറ്റായി, ഒരു 10-11 മണിയൊക്കെ കഴിഞ്ഞു എത്താനായിട്ട്. അങ്ങനെയൊക്കെ ആയിരുന്നു പരിപാടികൾ. പിന്നെന്താ, നമ്മൾ തൃശ്ശൂർ കുതിരാൻ വഴിയാണ് വന്നത്. വരുമ്പോൾ ആ വഴിയല്ലായിരുന്നു വന്നത്, വേറൊരു വഴിയായിരുന്നു വന്നത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു പരിപാടി. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഇതിനൊരു വൈൻഡ് അപ്പ് വീഡിയോ ഞാൻ എൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ, അതും കൂടെ ഒന്ന് കാണാം. ഓക്കേ, അപ്പോൾ നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. കല്യാണമൊക്കെ കഴിഞ്ഞ് റിസപ്ഷനും കഴിഞ്ഞു. അതെ, നമ്മൾ ബുള്ളറ്റ് ഇത് നിങ്ങൾക്ക് തന്നെ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. തട്ടൊക്കെ കഴിച്ച് ഭയങ്കര ടയേർഡാണ്. സോ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ബുള്ളറ്റൊക്കെ മാറി നമ്മൾ കാറിലോട്ട് തന്നെ തിരിച്ചു വന്നിരിക്കുകയാണ്. ഇപ്പോൾ കോഴിക്കോട് നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. കോഴിക്കോട് നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. കാറായതുകൊണ്ട് പിന്നെ എങ്ങനെയാണ് ചിന്തിക്കാമല്ലോ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ചെറിയൊരു വ്ളോഗായിരുന്നു. അത്ര അങ്ങോട്ട് എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ എനിവേ, നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് ആൻഡ് ബെല്ലൈക്കൺ കൂടി അമർത്തുക. അത് എൻഡിങ് കൂടി ഇടുന്നതായിരിക്കും. ഈ വീഡിയോ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഏകദേശം ഒരു എത്ര മണിക്കെത്തും? 12 മണിക്കെത്തും. ഇപ്പൊ സമയം എത്രയായി? 7 മണി, കറക്റ്റ് 7 മണിയാണ്. അപ്പൊ നമ്മളൊരു 12 മണി അത്രയ്ക്ക് നേരം എടുക്കും. 11 മണി ആ ടൈമിൽ എത്തുന്നതാണ് എന്റെ നിഗമനം. എത്തിയിട്ട് നമുക്കൊരു ലാസ്റ്റ് വീഡിയോ കൂടി ഇടുന്നതായിരിക്കും കേട്ടോ. നല്ല തിരക്കുണ്ട്. ട്രാഫിക്കിലൊക്കെ പെടുമെന്ന് അറിയില്ല. കുതിരാൻ ബ്ലോക്ക് അങ്ങനെ കുറെ സീനൊക്കെ ഉണ്ട്. അപ്പൊ എനിവേ, സ്റ്റേ ട്യൂൺ. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോകണം. അപ്പോൾ ഫിനിഷിംഗ് വീഡിയോ എനിക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വോയിസ് ഓവർ ചെയ്യുന്നത്. ഫിനിഷിംഗ് വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല. നല്ല ഉറക്കമായിരുന്നു ആ ടൈമിലൊക്കെ. പിന്നെ വീടെത്തുമ്പോഴേക്കും കുറേ ലേറ്റായി. അപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എനിവേ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പ്സിലോട്ടോ അതുപോലെ തന്നെ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പ്സിലോട്ടൊക്കെ ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ആൻഡ് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ അവർ നെക്സ്റ്റ് വീഡിയോ. ബൈ.